ഒടുവിൽ കസ്റ്റംസ് തോറ്റു, ദുൽഖർ സൽമാൻ ജയിച്ചു. വണ്ടി കസ്റ്റഡിയിലെടുക്കുന്ന സമയത്ത് തന്നെ ദുൽഖർ സൽമാൻ പറഞ്ഞതാണ് കസ്റ്റംസിനോട്, എൻ്റെ കയ്യിൽ എല്ലാ രേഖകളുമുണ്ട്, രേഖകൾ പരിശോധിക്കാൻ തയ്യാറാകണം. ഇതൊന്നും കേൾക്കാതെയാണ് വണ്ടി കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോയത്. അതിനുശേഷം വാർത്താസമ്മേളനവും വിളിച്ചു. ദുൽഖർ സൽമാൻ്റെ വാഹനം കസ്റ്റഡിയിലെടുത്തു, വാഹനക്കടത്ത് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ വാർത്തകൾ വരികയും ചെയ്തു. ആരാണ് വാർത്ത കൊടുത്തത്, എന്തിനാണ് കൊടുത്തത് എന്നത് മറ്റൊരു ചോദ്യമായി അവിടെ കിടക്കട്ടെ. പക്ഷേ ബോധപൂർവം ചില ഇടപെടൽ ഇതിൻ്റെ പുറകിലുണ്ടോ എന്ന സംശയം അന്ന് തന്നെ ഉയർന്നതാണ്. ഇന്നും അത് കൂടുതൽ തെളിയുകയാണ്. ദുൽഖർ സൽമാൻ്റെ വാഹനം കസ്റ്റഡിയെടുത്തതിനെതിരെ അദ്ദേഹം കോടതിയെ സമീപിച്ചു. കസ്റ്റംസിനെ ആദ്യം സമീപിച്ചു. കസ്റ്റംസ് രേഖകൾ പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ പരിശോധിച്ചില്ല. വാഹനം കസ്റ്റഡിയിലെടുക്കാനാണ് കസ്റ്റംസിന്റെ തീരുമാനവും. വാഹനം കസ്റ്റഡിയിൽ തന്നെ സൂക്ഷിക്കുകയും ചെയ്തു. സ്വാഭാവികമായും നീതി നിഷേധമാണ്. ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതിയിൽ ദുൽഖർ സൽമാൻ പറഞ്ഞു, ഞാൻ ഈ വാഹനം വാങ്ങിയതിന് കൃത്യമായ രേഖയുണ്ട്, മുഴുവൻ പണവും ബാങ്ക് മുഖാന്തരമാണ് കൈമാറിയിരിക്കുന്നത്, 1 രൂപയുടെ കള്ളപ്പണ ഇടപാട് ഇതിനകത്ത് കണ്ടെത്താൻ കഴിയില്ല എന്ന് ദുൽഖർ സൽമാൻ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അതോടൊപ്പം വാഹനക്കടത്തിൽ എനിക്ക് പങ്കില്ല, ഞാൻ ഈ വാഹനം വാങ്ങിയതിൻ്റെ ഏറ്റവും ഒടുവിലെ കണ്ണിയാണ്. 2004 വാഹനം ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത്. അന്ന് വാഹനത്തിൻ്റെ ഉടമ ആരാണ് കൊണ്ടുവന്നത് എന്നതിനെക്കുറിച്ചൊന്നും അന്വേഷിക്കേണ്ട ഉത്തരവാദിത്വം എനിക്കില്ല. അത് അന്വേഷിക്കേണ്ടത് ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന ഘട്ടത്തിൽ സർക്കാരിൻ്റെ ചുമതലയാണ്, കേന്ദ്ര ഗതാഗത മന്ത്രാലയത്തിൻ്റെ ചുമതലയാണ്. ആ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി എത്രയോ വർഷം മുമ്പ് അതിൻ്റെ ഏറ്റവും ഒടുവിലാണ് ഈ വാഹനം എൻ്റെ കയ്യിലെത്തുന്നത്, ഞാൻ വാങ്ങിക്കുന്നത്. അതും ബാങ്ക് മുഖേന പണം കൈമാറിയതിന് ശേഷം, രേഖകളെല്ലാം പരിശോധിച്ചതിന് ശേഷം. ഇതായിരുന്നു കോടതിയിൽ പറഞ്ഞത്. എന്നാൽ വാഹനക്കടത്തിൻ്റെ കണ്ണിയാണ് ദുൽഖർ സൽമാൻ എന്ന് പറയുന്ന തരത്തിലേക്ക്, അതല്ലെങ്കിൽ അത്തരമൊരു ആരോപണത്തിൻ്റെ നിഴലിൽ ദുൽഖർ സൽമാനെ നിർത്തുന്ന തരത്തിൽ വലിയ പ്രചാരണമാണ് കേരളത്തിൽ നടത്തിയത്. ആരാണ് ഇതിന് പിറകിൽ എന്നത് അറിയേണ്ടതുണ്ട്. പക്ഷേ കോടതി ദുൽഖർ സൽമാന്റെ കൂടെ നിന്നു. ദുൽഖർ സൽമാൻ നൽകിയ ഹർജിയിൽ കോടതി പറഞ്ഞു കസ്റ്റംസിനോട് വാഹനം വിട്ടുകൊടുക്കണം എന്ന്. വാഹനം വിട്ടുകൊടുക്കണം എന്ന് നേരെ ചൊവ്വേ പറയുകയല്ല ചെയ്തത്. കോടതി ഉത്തരവിന്റെ ഒരു സ്വഭാവമുണ്ടല്ലോ, 10 ദിവസത്തിനകം ദുൽഖർ സൽമാൻ കസ്റ്റംസിന് അപേക്ഷ നൽകണം. ഇതാണ് കോടതി പറഞ്ഞത്. ഈ അപേക്ഷ ജോയിന്റ് കമ്മീഷണർ പരിശോധിക്കണം. പരിശോധിച്ചതിന് ശേഷം വാഹനം വിട്ടുകൊടുക്കാൻ കഴിയുമോ ഇല്ലയോ എന്ന് സംബന്ധിച്ച് തീരുമാനമെടുക്കണം. തീരുമാനം എതിരാണെങ്കിൽ ദുൽഖർ സൽമാനെ വീണ്ടും കോടതിയെ സമീപിക്കാം. ഇതായിരുന്നു ഉത്തരവ്. എന്ന് വെച്ചാൽ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ വാഹനം വിട്ടുകൊടുക്കണം എന്നാണ്. അതിനുശേഷം ദുൽഖർ സൽമാൻ കസ്റ്റംസിന് അപേക്ഷ നൽകി രേഖാമൂലം. ഇപ്പോഴിതാ വാഹനം വിട്ടുകൊടുക്കുകയും ചെയ്തു. ബാങ്ക് ഗ്യാരണ്ടിയൊക്കെ വാങ്ങിയതിനു ശേഷമാണ് വാഹനം വിട്ടുകൊടുത്തത് എന്ന് കസ്റ്റംസ് പറയുന്നുണ്ട്. ശരിയാണ്, അതിലും തെറ്റില്ല. അത്തരം ഒരു അന്വേഷണം നടക്കുന്ന കാര്യമായതുകൊണ്ട് തന്നെ ബാങ്ക് ഗ്യാരണ്ടിയൊക്കെ നൽകാവുന്നതാണ്. അതൊക്കെ നൽകിയതിനു ശേഷം വാഹനം ദുൽഖർ സൽമാൻ ഏറ്റെടുക്കും. ഇവിടെ പ്രശ്നം അതല്ല. ഇവിടെ പരിശോധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്തിന് ദുൽഖർ സൽമാനെ വേട്ടയാടി എന്നതാണ്. ദുൽഖർ സൽമാനെ മാത്രമാണോ? മമ്മൂട്ടിയുടെ വീടുകളിലും റെയ്ഡ് നടത്തിയില്ലേ? കസ്റ്റംസ് മാത്രമാണോ? ED വന്ന് പരിശോധന നടത്തിയില്ലേ? കള്ളപ്പണ ഇടപാട് നടന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സംശയത്തിന്റെ നിഴലിൽ കേരളം കണ്ട ഏറ്റവും മഹാനായ നടനെയും നടന്റെ പുത്രനെയും നിർത്തുക. എന്തിനു വേണ്ടി? ആർക്കു വേണ്ടി? എന്താണ് ഇതിന് പിറകിലുള്ള ചേതോവികാരം എന്നത് പരിശോധിക്കേണ്ടത് തന്നെയാണ്. ഒടുവിൽ കസ്റ്റംസിന് നാണക്കേടായി, വാഹനം വിട്ടുകൊടുക്കേണ്ടി വന്നു. രേഖകൾ പരിശോധിച്ച ശേഷം തീരുമാനമെടുത്തിരുന്നുവെങ്കിൽ ഇത്തരമൊരു നാണക്കേടിൽ കസ്റ്റംസ് ചെന്നെത്തുമായിരുന്നില്ല. ഇനി മറ്റൊരു വാഹനവും കൂടിയുണ്ട്, ദുൽഖർ സൽമാന്റെ വാഹനം കസ്റ്റംസിന്റെ കയ്യിൽ. അതിൻ്റെ ഒന്നാമത്തെ ഓണർ, ഇന്ത്യയിലെ ഒന്നാമത്തെ ഓണർ ആരാണ് എന്ന് പരിശോധിച്ചപ്പോഴാണ് ഞെട്ടിപ്പോയത് കസ്റ്റംസ് ഇന്ത്യൻ ആർമിയാണ് എന്ന് വെച്ചാൽ ഈ വാഹനം വാങ്ങിയതിൻ്റെ ഇങ്ങേ അറ്റത്തെ കണ്ണിയാണ് ദുൽഖർ സൽമാൻ. അങ്ങേ അറ്റത്തെ കണ്ണിയെയാണ് പിടിക്കേണ്ടത്. അതിലേക്ക് നോക്കാതെ ഇങ്ങേ അറ്റത്തെ കണ്ണിയെ പിടിച്ചത് എന്തിന് എന്ന ചോദ്യം നേരത്തെ പറഞ്ഞതുപോലെ അതിന് പിറകിൽ എന്താണ് താല്പര്യം എന്നതൊക്കെ ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ വളരെ വലിയ കാര്യമാണ്. ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, ഒരു എടുത്തുചാട്ടം കസ്റ്റംസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അത് എന്തിന്? അതിനുശേഷം എന്തിന് ED പരിശോധന നടന്നു? ED പരിശോധനയിൽ എന്തെങ്കിലും ലഭിച്ചിരുന്നെങ്കിൽ എന്തുകൊണ്ടാണ് അക്കാര്യം മാധ്യമങ്ങളോട് പറയാതിരുന്നത്? ED പരിശോധിച്ചു മമ്മൂട്ടിയുടെ വീട്,
ദുൽഖർ സൽമാൻ്റെ വീട്, മമ്മൂട്ടിയുടെ പഴയ വീട് മൊത്തം അരിച്ചു പെറുക്കി. ചെന്നൈയിലെ ദുൽഖർ സൽമാൻ്റെ വീട് ഒക്കെ പരിശോധിച്ചു. പക്ഷേ ഒന്നും കിട്ടിയില്ല എന്നാണ് അറിയുന്നത്. കിട്ടിയിരുന്നെങ്കിൽ ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ചർച്ച അതായി മാറിയേനെ. ഏതായാലും മമ്മൂട്ടിയെയും മമ്മൂട്ടിയുടെ മകൻ ദുൽഖർ സൽമാനെയും സംശയത്തിൻ്റെ നിഴലിൽ നിർത്താൻ വേണ്ടി ബോധപൂർവം ആരെങ്കിലും എന്തെങ്കിലും കളിച്ചിട്ടുണ്ടോ? അതാണ് ഇനി അറിയാനുള്ളത്.